ഇനി അങ്ങോട്ട് 2 ദിവസത്തേക്ക് അധികം ലോകനും സ്കൂളിൽ ലീവാന്ന്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ സാധാരണ വൈകിട്ടാണ് എണീക്കാറ്. ഇന്ന് കുറച്ച് അടിക്കലും തുടക്കലും വൃത്തിയാക്കലും പരിപാടി ഉണ്ടായതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചോറ് വെക്കാൻ നിന്നാല് സമയം പെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം അരിയെല്ലാം കഴുകി അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. ചോറ് മാർത്തിട്ട് ഞാൻ വേഗം പോയി കുറച്ച് മത്തനെല്ലാം പറിച്ചിട്ട് കൊണ്ടുവന്നു. മത്തനോ പിടിക്കുന്നില്ല, എന്നാ പിന്നെ കുറച്ച് ഇലയെങ്കിലും പറിച്ചിട്ട് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. എന്റെ ഇലയെല്ലാം മുറിച്ച് ഞാൻ സെറ്റാക്കുന്ന സമയം കൊണ്ട് ലോകുടൻ എനിക്ക് ഉപ്പേരിയിലിടാൻ അതിന്റെ കാന്താരിയെല്ലാം പറിച്ചു കൊണ്ട് തന്നിട്ടുണ്ട്. വറവ് അടുപ്പത്താക്കിയിട്ട് വേഗം മീൻ മുറിക്കാൻ പോയി. ഇന്ന് അയില കിട്ടിയിട്ടുണ്ടായിനി. അയിലാകുമ്പോൾ വേഗം മുറിച്ച് വൃത്തിയാക്കി എടുക്കാലാ. പിന്നെ ഇന്ന് പൊരിക്കാന്ന് വിചാരിച്ചിട്ട് അടുക്കടുക്ക വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ചപ്പാത്തി മുട്ട റോസ്റ്റും എടുത്ത് കഴിച്ചിട്ട് ഇനി എനിക്ക് ചോറൊന്നും വേണ്ട, എനിക്ക് ഫുട്ബോൾ ടൂർണമെന്റ് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിക്കൂട്ടെ നൈസായിട്ട് സ്കൂട്ടായി. കഴിഞ്ഞ ദിവസം സപ്ലൈക്കോയിൽ പോയ സമയത്ത് ഇതുപോലൊരു പാക്കറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിനി. എന്നാ പിന്നെ ഇത് മീനിൽ തന്നെ ഇന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മീനിലേക്ക് അരവലം തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി അടുത്ത പണി വെളുത്തുള്ളിയും കാന്താരിയും ചതക്കലാണ്. നമ്മളെ ഉപ്പേരിയിലേക്ക് ചതച്ച വെളുത്തുള്ളിയും കാന്താരിയും തേങ്ങ ക്ഷാമാണെങ്കിലും മത്തനലയിൽ തേങ്ങയിടാണ്ട് പിന്നെ എന്ത് ഉപ്പേരിയല്ലേ, ആവശ്യത്തിൽ കൂടുതൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി തട്ടിക്കൊടുത്ത് മത്തൻ്റെ ഇല ഉപ്പേരി അങ്ങ് സെറ്റാക്കി. പിന്നെ വേഗം മീനും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ഇല്ലു ചാറങ്കറി ഒന്നും ഇല്ലേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. നല്ല വറുത്തരച്ച സാമ്പാർ ഞാൻ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി കേട്ടാ. ഇത്രയും കൂടി റെഡി ആകുമ്പോഴത്തേനും പുറത്തുപോയ അനിയേട്ടന് ഇതാ എത്തിയിട്ട് ചാടിത്തുള്ളി വരുന്ന അടിച്ച് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അനിയേട്ടൻ സന്തോഷം കൂടുമ്പോ ഇങ്ങനെയാന്ന്. ഫോണും മിക്സിയും അടിച്ചു പോയത് ഒരേ സമയത്താണ് കേട്ടാ. മിക്സി ഏതായാലും അനിയേട്ടൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഫോൺ ഇതുവരെ റെഡിയായി കിട്ടിയിട്ടാ. പകരം തന്ന ഫോണിലാണ് ഇപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ മിക്സി എങ്ങനെയുണ്ട് ഏതായാലും ഓക്കെ ആയിട്ടുണ്ട്. അതിന് നമുക്ക് ചോറ് കഴിക്കാല്ലേ. നല്ല വറുത്തരച്ച സാമ്പാറും മത്തൻ്റെ ഇല ഉപ്പേരിയും അയില പൊരിച്ചതും എല്ലാം കൂട്ടി നമ്മ മൂന്നാളും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കൂടെ ഇനി കളിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരേ വരൂ. നമ്മളെ ലേഗോസിനാണെങ്കിൽ ഇന്ന് പണിയും ഉണ്ടായിനി കേട്ടാ.